വല്ലപ്പുഴയിൽ വെച്ച് സ്വർണം വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിലെ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ ഗുണ്ട കൊട്ടേഷൻ സംഘാംഗങ്ങളാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായ പ്രതികൾ. ജനുവരി 31-നായിരുന്നു സംഭവം. 2024 ജനുവരി 31 കാലത്ത് കോയമ്പത്തൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയെ വല്ലപ്പുഴ ചൂരക്കോട് വെച്ച് ഇന്നോവ കാറിലും മറ്റൊരു കാറിലും എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. അക്രമത്തിനെ തുടർന്ന് വാഗണർ കാറും 45 ലക്ഷം രൂപയും തട്ടിയെടുക്കുകയും കാറ് ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയുമായിരുന്നു. ഈ കേസിലാണ് 2 പേർ കൂടി പിടിയിലായത്. പ്രധാന പ്രതികളായ തമിഴ്നാട് സ്വദേശിയായ 23 വയസ്സുകാരൻ ദിനേശ് കുമാർ, 25-കാരൻ അജിത് എന്നിവരെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ നാമക്കൽ വെച്ചാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം CCTV ക്യാമറകൾ പരിശോധിച്ചും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾ തമിഴ്നാട്ടിലെ ഗുണ്ട കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണ്. പ്രതികൾക്ക് തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ട്. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാൻ ഉണ്ടെന്നും മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നെന്നും പട്ടാമ്പി പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ K മണികണ്ഠൻ, മധുസൂദനൻ, SCPO സന്ദീപ്, CPOമാരായ ജിജേഷ് ആർ, ദിനേശ് B എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. NCV ന്യൂസ് തിരുത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.